ആ ചിണ്ടു, പാർക്ക് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടായി. അടുത്ത വീട്ടിലെ പരിമള ചേച്ചി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? ഹായ് ചിണ്ടു. അയ്യോ, ശരി, ഈ കള്ളനെ എങ്ങനെ കണ്ടുപിടിക്കാ? അവര് നോക്കിയിട്ട് കാര്യമില്ല, അവര് ജന്മനാ കള്ളലക്ഷണം ഉള്ളവരാ. നിന്റെ അച്ഛനെ പ്രാങ്ക് ചെയ്തിട്ട് കുറെ നാളായില്ലേ? നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പ്രാങ്ക് ചെയ്താലോ? എനിക്കൊക്കെയാ. എന്താ ഇത്? പാവ സംസാരിക്കുന്നോ? ശരി ഗോപി, ഇനി നമുക്ക് താഴെ പോയിട്ട് കളിക്കാം. ചിണ്ടു എവിടെ പോയിട്ട് വരാ? അതെ അമ്മ, ഞാൻ ടെറസിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു. ആരെ കൂടെ കളിച്ചോണ്ടിരുന്നെന്ന് ചോദിക്കേ. ആരെ കൂടെ കളിച്ചിട്ടാ വരുന്നേ? ഈ പാവയുടെ കൂടെ. എന്താ ഇത്ര നേരം ചോദിക്കേ? അത് നിങ്ങൾ ചോദിക്കേ. പിന്നെ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നു പറഞ്ഞ ഞാൻ എന്ത് ചോദിക്കാനാ? പിന്നെ അവനെന്ത് ചെയ്തിട്ടാ ഈ ചോദിക്കുന്ന പറയുന്നേ? ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? ചിണ്ടു റൂമിലേക്ക് പോ. എന്നാ ഞാൻ അവന്റെ കൂടെ റൂമിൽ പോയിട്ട് വരാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ അവനോടല്ലേ പറഞ്ഞ് കടയിൽ പോയിട്ട് 1 കിലോ തക്കാളി വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിട്ടോ. ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. താഴെ ഒരു കുരുത്തം കിട്ടോളില്ലേ, അവളെയും കൂട്ടിട്ട് പോ. ഞാൻ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് കടയിൽ പോയിട്ട് വരാം. ശരി, എന്നാ കടയിൽ പോയിട്ട് നോക്കാം. ഗോപി, പറ ചിണ്ടു. എനിക്ക് ലൈറ്റ് ആയിട്ട് വിശക്കുന്ന പോലെയുണ്ട്. തിന്നണം 24 മണിക്കൂർ നിനക്ക് തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പൂർണിയാണെന്ന് തോന്നുന്നു. സൂപ്പർ. ആരാ? പൂർണിയല്ലേ? ഇങ്ങോട്ട് വാ. ഹായ് ചിൻഡു. എടാ ഗോപാലേ, വാ വാ വാ. നീ എന്ത് ചെയ്യ ചിൻഡു? ഞാനോ ചുമ്മാ പാവയായിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ ചിൻഡു കുട്ടികളെ പോലെ പാവയായിട്ടൊക്കെ കളിക്കുന്നേ? റിമോട്ട് കാർ ഇത് ആരാ വാങ്ങി തന്നെ? ഇതോ എന്റെ അച്ഛൻ വാങ്ങി തന്നതാ റിമോട്ട് കാർ. നന്നായിട്ടില്ലേ? ഒന്ന് തരുവോടാ, ഞാൻ ഓടിച്ചു നോക്കിട്ട് തരാം. സോറി ചിൻഡു, നിനക്ക് ഞാനിത് തരില്ല. കാരണം നിനക്ക് ഇത് ഓടിക്കാൻ അറിയില്ല. എവിടെയും കൊണ്ടുപോയി തട്ടി അത് കേടായി കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ചീത്ത പറയില്ലേ? വേണ്ട വേണ്ട, നീ വെച്ചോ. നീ വേണമെങ്കിൽ പുതിയ കാർ വാങ്ങി ഓടിച്ചു പഠിച്ചു. എന്റെ കയ്യിലും റിമോട്ട് കാർ ഉണ്ട്. നിന്റെ കയ്യിൽ റിമോട്ട് കാർ ഉണ്ടോ? ഞാൻ എടുത്തിട്ട് വരാം. നീ ഒരു 10 മിനിറ്റ് പുറത്ത് നിന്നേ. ശരിയെങ്കിൽ വാ, നമുക്കൊരു റേസ് നോക്കാം. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് നീ കേട്ടല്ലോ അല്ലേ? റിമോട്ട് കാർ വേണമല്ലേ? ശരി, മന്ത്രം ചൊല്ലിക്കോ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ஆரம்பிக்கலாங்களா? റെഡി ചിൻഡു? റെഡിയാടാ, വാ നോക്കാം. ത്രീ, 2, 1. എന്നെ എന്തിനാണ് ഇടിക്കുന്നേ? ഇടിക്കല്ലേടാ. അയ്യോ, റീച്ച് ലൈൻ ആവാൻ പോവാണല്ലോ.
ജയിക്കണേ, ജയിക്ക്. യെസ്, ഗോപാലൻ ഞാൻ ജയിച്ചത് കണ്ടോടാ. യെസ് 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 യെസ്. ചിണ്ടു, ഈ വീട്ടിലാരും കാണുന്നില്ലല്ലോ. എന്തോ ഒറ്റക്കിരിക്കുന്നേ. ആ ശരി, ഓക്കെ, സംസാരിച്ചു നോക്കാം. ഹായ് പാവേ, ഹായ് പാവേ. വല്ലതും കഴിച്ചായിരുന്നോ? വല്ലതും കഴിച്ചായിരുന്നോ? അല്ല, എന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്നേ? അല്ല, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? എന്താ ഇത്, സംസാരിക്കുന്നില്ലല്ലോ. മൊട്ടപ്പത്തിരി മട്ടൻ ചാറില് കുഴച്ച് തിന്നട ചങ്ങായി. ചാലക്കുടി ചന്തയിൽ ഞാനും പണ്ടോട്ടയിൽ ചുറ്റി നടന്നവനാ. ഹോളിവുഡിൽ കറങ്ങി നമുക്കൊരു സ്റ്റണ്ട് പടം പിടിക്കാം. ജാക്കി ജാനെ തുരത്തി ആക്ഷൻ ഹീറോ പട്ടം പിടിച്ചെടുക്കാം. മക്കസായി റംബംബോ. മക്കസായി മക്കസായി റംബംബോ. മക്കസായി റംബംബോ. ഇത് കറക്റ്റ് വരിയൊക്കെ പാടുന്നല്ലോ. എന്തെടുക്കാച്ചാ? എടാ ചിണ്ടു, നീ എവിടെയായിരുന്നടാ? ഞാൻ ബാത്റൂമിലായിരുന്നു. അച്ഛൻ എന്താ ചെയ്യാ? അല്ല, വെറുതെ പാവയായിട്ട് കളിക്കായിരുന്നേ. ശരി ചിണ്ടു, നീ പാവയ്ക്ക് ഫ്രീ ടൈമിൽ പാട്ട് ക്ലാസ് വല്ലതും എടുക്കുന്നുണ്ടോ? പാട്ട് ക്ലാസ്സോ? അച്ഛൻ എന്താ പ്രാന്താണോ? അതിന് ജീവനുണ്ടെങ്കിലല്ലേ പാട്ട് പഠിപ്പിക്കാൻ പറ്റൂ. അത് വെറും പാവയാണ് അച്ഛാ. ശരി, ഓക്കെ. ശരി, അച്ഛനൊന്ന് പോയേ, എനിക്ക് കളിക്കാൻ സമയമായി. കളിക്ക്, ഞാൻ പോയിട്ട് വരാം. ഗോപി, പറ ചിണ്ടു. എനിക്ക് തോന്നുന്നു പൂർണ്ണി ഇന്ന് നിന്നെ തിരിച്ചു ചോദിക്കുമെന്ന്. കാരണം 2 ദിവസം നീ എൻ്റെ അടുത്തായിരുന്നില്ലേ? ഞാൻ തീർന്നു ചിണ്ടു. 2 ദിവസം സമാധാനത്തോടു കൂടി ഇരുന്നതാ. ചേട്ടാ, എന്തെടുക്കാ ചേട്ടാ? ഒന്നുമില്ല, ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുക. എന്താ? ഇത്ര നേരം പാവച്ച് കളിക്കായിരുന്നില്ലേ? ഇനി എന്റേതാ, ഞാൻ കളിക്കട്ടെ. പാവയോ? അതൊന്നും തരാൻ പറ്റില്ല. പോ. ഇപ്പൊ നീ തരുന്നോ അതോ ഞാൻ അമ്മയോട് പറയാം? പറഞ്ഞോ, എനിക്കെന്താ? അമ്മേ, ഡി ഒച്ച വെക്കല്ലേ, എടി ഒച്ച വെക്കലേന്ന്. ചേട്ടൻ പാവയെ തരുന്നില്ല അമ്മേ. അയ്യോ, രാവിലെ തന്നെ തുടങ്ങിയല്ലോ 2 കൂടി. ചിണ്ടു, ഇത്രയും നേരം നീയല്ലേ അത് വെച്ച് കളിച്ചോണ്ടിരുന്നേ? ഇനി ഒരു ദിവസം അവളുടെ കൊടുക്ക്. ആ ശരി, കൊടുക്ക അമ്മ. ഇങ്ങത്താ. ദാ പിടിക്ക്. ദാ നോക്ക്, നാളെ രാവിലെ ടേബിളിൽ ഉണ്ടാവണ ഈ പാവ. ഈ പൂർണിയെ പറ്റി നീ എന്താ വിചാരിച്ചേ? എന്താ അഹങ്കാരം ഇവൾക്ക്? എന്ത് പറ്റി? 2 ദിവസം എന്റെ കൂടെ ഇല്ലാത്തോടെ നീ ക്ഷീണിച്ചു പോയല്ലോ. നിന്റെ അടുത്ത് വന്നില്ലേ, അപ്പൊ ഇനിയും ക്ഷീണിച്ചോളും. എന്റെ ചേട്ടൻ നിന്നെ ശരിക്കും നോക്കുന്നില്ലെന്ന് തോന്നുന്നു. ശരി, ഓക്കെ, നീ വിഷമിക്കണ്ട. ഞാനിനി നാട്ടിൽ പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാട്ടോ. എന്ത്, എന്നെ നാട്ടിൽ കൊണ്ടുപോകുന്നു? പക്ഷെ എനിക്കൊരു ഡൗട്ട്. നിനക്ക് കണ്ണുണ്ട്, വായുണ്ട്, കയ്യുണ്ട്, പക്ഷെ കാലെവിടെ? ഓ, ഈ ചെടിച്ചട്ടിയില് കുഴിച്ചിട്ടിരിക്ക. അച്ചോ, നിക്ക, ഞാൻ നിന്റെ കാലെടുത്ത് തരട്ടെ. കാല് പുറത്തെടുക്കാൻ എന്ത് ചെയ്യും? അതിന് ചെടിച്ചട്ടി ഉടയ്ക്കണം. എന്താ ഇവള് മെന്റൽ പോലെ സംസാരിക്കുന്നേ? അതിനെന്ത് വേണം? കത്തി വേണം. അയ്യോ, കത്തി വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ? എടാ ചിണ്ടു, നിന്റെ പെങ്ങള് പണി തുടങ്ങിയടാ. ഇതാ കത്തി. ഈ ചെടിച്ചട്ടി ഉടച്ചിട്ട് നിന്റെ കാലെടുക്കട്ടെ. ചിണ്ടു, നീ എവിടെയാടാ? എടാ മണ്ടൻ ചിണ്ടു, നീ ബാത്റൂമിൽ എന്ത് ചെയ്തോണ്ടിരിക്കടാ? വന്ന് രക്ഷിക്കടാ. വേഗം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വാടാ ചിണ്ടു. ഷവർ താനും ഓണായല്ലോ. ഇതെങ്ങനെയാ? കണ്ണാടിയൊക്കെ ആടുന്ന്. അയ്യോ, പേടിയാവുന്നു. സിഗരറ്റ് കൊടുത്താലും മനസ്സിലാവില്ല ഇവന്. എസ്കേപ്പ്.
എന്താ ബാത്റൂമിലെ ഷവറൊക്കെ താനെ ഓണാവുന്നു, കണ്ണാടിയൊക്കെ ആടുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏ? എങ്ങോട്ടാ പോകുന്നേ? ഇതിവിടെ വന്ന് നിന്നല്ലോ. എടി പ്രാന്തത്തി, നീ എന്ത് ചെയ്തോണ്ടിരിക്കാ? ഒന്നുമില്ല ചേട്ടാ, ഈ പാവയ്ക്ക് കാലില്ലാത്തോണ്ടേ അപ്പഴാ ഞാൻ കണ്ടുപിടിച്ചേ ഈ ചെടിച്ചട്ടിനുള്ളിൽ അതിന്റെ കാലിരിക്കണേന്ന്. ഇത് പാവല്ലേ, അതുകൊണ്ടാ ചെടിച്ചട്ടിന്ന് എടുക്കാന്ന് വിചാരിച്ചേ. എന്ത് കാലുണ്ടാവുന്ന? അത് വെട്ടിക്കഴിഞ്ഞ മോട്ടർ അടി ഉണ്ടാവാ. ഞാൻ അമ്മയോട് പറയൂട്ടോ. ശരി, ഓക്കെ ഓക്കെ, അമ്മയോട് പറയല്ലേ, ഞാനൊന്നും ചെയ്യില്ല. അയ്യോ, കുറച്ചു നേരത്തേക്ക് കൊടുത്തപ്പോഴേക്കും അവള് കത്തിയൊക്കെ എടുത്തല്ലോ. എന്റെ ദൈവമേ, ഈ പാവയെ അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം. ആഹാ, ആരും അറിയാത്ത രസഗുള ഒറ്റയ്ക്ക് തിന്നുന്ന സുഖമൊന്ന് വേറെ തന്നെയാ. എന്താണത്? അന്നത്തെ പോലെ ലൈറ്റൊക്കെ മാറിയല്ലോ. എന്താ എന്തോ പറ്റി? എന്താ ഒച്ച വെക്കുന്നേ? എടി എടി, ഇവിടെ നമ്മുടെ ചെണ്ടുവിന്റെ പാവില്ലേ, അതിവിടെ ഉണ്ടായിരുന്നേ. അതിന് നല്ല വലുപ്പുണ്ടായിരുന്നേ. എന്താ ഈ പറയുന്നേ? അമ്മ, ഈ പാവ എന്റെ കൂടെ ഉണ്ടായിരുന്ന റൂമില്, പിന്നെ എങ്ങനെ ഇവിടെ വരുന്നേ? ആ പാവം നീ കളയുന്നുണ്ടോ? അതിൽ പ്രേതമുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെ ഈ പാവ എന്ന് പറഞ്ഞ പേടിയാ. അതുകൊണ്ടാ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ട് പേടിക്കുന്നേ. ഇപ്പൊ ആ പാവയുടെ നേള് ഭയങ്കര ഭീകരമായിരുന്നു. ഭീകര സൈസാ അമ്മ? ഇതാകെ ജീരകത്തിന്റെ സൈസേ ഉള്ളൂ. എന്നിട്ട് അച്ഛൻ പറയുന്നത് ഭീകര സൈസാന്ന്. അത് കേട്ടാ തന്നെ അറിയില്ല നുണയാണെന്ന്. അല്ലടി, ഞാൻ കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എല്ലാം ഓക്കേ. ഈ യുദ്ധകാലത്തിലും രസഗുള കഴിക്കണോ അച്ഛാ? പൂർണി, രസഗുള നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ അച്ഛൻ. ഒളിച്ചിരുന്ന് രസഗുള തിന്നതും പോരഞ്ഞിട്ട് ഇവിടെ പ്രേതം വന്ന് ഭൂതം വന്നെന്ന് ഒരു കഥ ഇറക്കുന്നോ? എന്നാരും വിശ്വസിക്കില്ല അല്ലേ? ഏതെങ്കിലും ഒരു ദിവസം ഈ പാവയ്ക്ക് പ്രേതബാധ ഞാൻ തെളിയിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചിണ്ടുവിന്റെ അച്ഛനല്ല. ചിണ്ടു വാടാ പോവാം. തെളിയിക്കുന്നു.